നിർമ്മൽ ഔസേപ്പച്ചൻ, ഞങ്ങള് നെയ്തൽ കുടുംബത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളാണ്. ഞാൻ ഫാദർ സേവിയർ കുടിയാൻശ്ശേരി, ഡൊമിനിക് പഴമ്പാശ്ശേരി നമ്മുടെ സെന്റ് മൈക്കിൾസ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. അതോടൊപ്പം മിസ്റ്റർ ഡയസ്, അതുപോലെ മിസ്റ്റർ ബിജോ, ഇത്രയും പേര് ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളതാണ്. വരാനുള്ള കാര്യം അറിയാമല്ലോ, ഔസേപ്പച്ചൻ സാർ ഇവിടെ കുറേ നാളുകളായിട്ട് പരിശീലന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വന്ന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോയിലെ തന്നെ പല അവസരങ്ങളിൽ നമ്മൾക്ക് ബന്ധപ്പെടാനൊക്കെ സാധിച്ചിരുന്നു. അപ്പോഴൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടാകണം എന്ന്. അതിപ്പോൾ മിസ്റ്റർ നിർമ്മൽ ഔസേപ്പച്ചൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നെയ്തൽ കുടുംബത്തിന്റെ നാമത്തിൽ ആദ്യമേ നിർമ്മലിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കൺഗ്രാറ്റുലേഷൻസും നേരുകയാണ്. എനിക്ക് നിർമ്മലിനോട് ചോദിക്കാനുള്ള എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു IAS കിട്ടിയ ഉടനെ മനസ്സിലുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു വിചാരം അല്ലെങ്കിൽ ഒരു വികാരം എന്താണ്? ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ റിസൾട്ട് അവൈറ്റ് ചെയ്ത് പള്ളിയിൽ ഇരിക്കുവായിരുന്നു. ഈ ഒരു സമയത്തേക്ക് റിസൾട്ട് വരുമെന്ന് എനിക്ക് ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിംബോളിയിൽ മാതാവിന്റെ തൊട്ട് മുൻപിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ വർഷം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ആദ്യം തോന്നിയത് ആശ്വാസമാണ്. കിട്ടി, സമാധാനം തോന്നി. അതാണ് ഈ ഇതൊരു വലിയ കാര്യമാണ്. ഒരു IAS ഉദ്യോഗസ്ഥനാകുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ആലപ്പുഴയ്ക്ക് വലിയ അഭിമാനമാണിത്, പ്രത്യേകിച്ചും തീരദേശത്തിന്. നമ്മളൊക്കെ പറഞ്ഞു നടക്കുന്നത് തീരദേശത്തിന്റെ ഒരു വളർച്ച, വിമോചനം എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്. ഇതേപോലുള്ള IAS പോലുള്ള ഔദ്യോഗിക രംഗങ്ങളിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വന്നാൽ മാത്രമേ ഈ പ്രദേശത്തിന് തന്നെ ഒരു രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഈ അവസരത്തില് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തിനോ അല്ലെങ്കിൽ തീരദേശത്തിനോ വേണ്ടി എന്ത് ചെയ്യാനാണ് മനസ്സിലുള്ള ഒരു സങ്കല്പം? സ്വാഭാവികമായിട്ടും തീരദേശത്തിൽ നിന്ന് വരുന്ന ഒരാളെന്ന രീതിയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ എനിക്ക് കുറച്ചുകൂടെ അടുത്തറിയാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു പിന്നോക്ക അവസ്ഥയുണ്ട്. ആക്ച്വലി വളരെ ഇപ്പൊ നമ്മൾ ഒരു പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടു തീരദേശത്തിലെ ജനങ്ങൾക്ക് എന്ത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഹൃദയത്തിൽ ഒരുപാട് നന്മയും കാര്യക്ഷമതയും കാര്യപ്രാപ്തിയുമുള്ള മനുഷ്യരാണ്. എന്നാൽ കാലഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയാണ്. അപ്പോ അവരെ മുൻപോട്ട് വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ വർഷങ്ങളായിട്ട് നമുക്ക് തീരദേശത്ത് പള്ളിക്കൂടങ്ങൾ ഒരുപാടുണ്ട്, 100 വർഷം പിന്നിട്ട പള്ളിക്കൂടങ്ങളുണ്ട്. എന്നാൽ ഇവയിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക്, സർക്കാർ തലത്തിലാണെങ്കിലും പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഏറ്റവും മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഇത് അവരുടെ കുടുംബപരമായ പശ്ചാത്തലത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്ത് ഈ പ്രതിസന്ധികളിൽ പതറാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണം. തീർച്ചയായും. അപ്പൊ ആ ഒരു സപ്പോർട്ട് നാച്ചുറലായിട്ട് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മുൻപോട്ട് വരാൻ പറ്റും. സ്വാഭാവികമായിട്ട് സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വരും. ഒരു 10-30 പേര് രക്ഷപ്പെട്ടാൽ തന്നെ ഈ സമൂഹത്തിന്റെ ടോട്ടൽ പ്രതിച്ഛായ മാറി. ഏറ്റവും പ്രമുഖ മേഖലകളിലേക്ക് വിദ്യാഭ്യാസപരമായി അവരെ എത്തിക്കുക. ഇപ്പോ നമ്മൾക്ക് ഇപ്പൊ നടത്തിയ ഒരു സ്ഥാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അറിയാം, കുറച്ച് ഡോക്ടർമാര് ഈ മേഖലയിൽ നിന്ന് വന്നപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു ബൂം വലുതാണ്, പ്രതീക്ഷ കൊടുക്കുകയായിരുന്നു. അപ്പോ അപ്പോഴും അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഭരണതലങ്ങളിലേക്ക് ഇനി ആളുകൾ കടന്നു വരണം. തീരദേശത്ത് ഭരണതലങ്ങളിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കീ സ്ഥാനങ്ങളിലേക്ക് തീരദേശത്തിന്റെ ആളുകൾ, റെപ്രസെന്റേറ്റീവ്സ് വന്നിരുന്നാൽ മാത്രമേ എന്താണ് ആവശ്യം, തീരദേശത്തിന് എന്താണ് ആവശ്യമെന്ന് സർക്കാർ തലങ്ങളിലും ഭരണതലങ്ങളിലും അറിയാൻ പറ്റും. എങ്കിൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതികൾ വരുന്നു, കമ്മിറ്റികൾ വരുന്നു, പക്ഷെ റിപ്പോർട്ട് നടപ്പാവുന്നില്ല എന്ന് നമ്മൾ കേൾക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ മുകളിലെത്തണം. കറക്റ്റാണ്. നിർമ്മൽ ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, സുനാമി കാലം ഓർമ്മയിലുണ്ടല്ലോ. ഈ സുനാമിയെ തുടർന്ന് കേരളത്തിലേക്ക് സാമ്പത്തികമായൊരു പമ്പിങ് ആണ് നടന്നത്. വളരെ വലിയ സംഖ്യ ഈ തീരദേശത്തിന് വേണ്ടി വന്നതാണ്. പക്ഷേ ആ പണമൊന്നും കൃത്യമായി ഇവിടെ അർഹതപ്പെട്ടവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ സമയത്ത് ഞാൻ ഫീൽഡിലുള്ള ഒരാളാണ്. ഈ ഉദ്യോഗസ്ഥരുമായും ഇവിടുത്തെ ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കറിയാവുന്നിടത്തോളം
അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കണമെന്ന് പലർക്കും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ നടക്കാതെ പോയത് ഉദ്യോഗസ്ഥ മേഖലയിൽ നമുക്ക് ആളുകളില്ലാതിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇനി അധികാര കേന്ദ്രത്തിൽ നമുക്ക് അത്ര വലിയ അനുഭാവം ഇല്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥ മേഖലയിൽ ആളുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും, എളുപ്പമാണ് എന്നൊരു വിചാരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ IAS പോലുള്ള മേഖലകളിൽ ഈ പ്രദേശത്ത് ആളുകൾ ഉണ്ടായാൽ അത് ഈ നാട്ടിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് ഇപ്പൊ നിർമ്മൽ പറഞ്ഞതും അത് വളരെ വലിയൊരു വസ്തുതയാണ്. നിശ്ചയമായി ഒരുപക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ എല്ലാവരും കൂടി കൊണ്ടുപിടിച്ച് ആളുകളെ എലക്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ്. ഈ എലക്ഷൻ പോലും 5 വർഷത്തേക്ക് ഒരാളെ വിടുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു IAS കാരനുണ്ടായാൽ ഒരു ജീവിതകാലം മുഴുവനുമാണ് ജനങ്ങൾക്കും ദേശത്തിനും ഒക്കെ സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് വളരെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് കാണേണ്ടത്, ഞങ്ങളെല്ലാം കാണുന്നത്. അത് ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് വരാൻ ആരാണ് ഏറ്റവും കൂടുതൽ പ്രേരകമായി നിന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ? തീർച്ചയായിട്ടും പപ്പയും അമ്മയും തന്നെയാണ്. കാരണം ക്രൈസ്റ്റ് കോളേജിന്റെ ഒരു ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, ഒരുപാട് വലിയ സ്ട്രഗിൾസിലൂടെയാണ് ഇവിടം വരെ എത്തിച്ചത്. പക്ഷെ ഇതിലൊരിക്കലും എനിക്ക് അല്ലെങ്കിൽ എന്റെ അനിയത്തിക്കൊക്കെ വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവരൊരിക്കലും യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല. അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മളെ ഒരു വ്യക്തി എന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിലും വേണ്ട ഒരു ഫോർമേഷൻ നൽകുന്നതിലൊക്കെ ഒരുപാട് പപ്പായും അമ്മയും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഒരുപക്ഷെ ഇപ്പം നമ്മൾ തീരദേശത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടിട്ട് അതുമായിട്ട് ചേർത്ത് പറയാം, എനിക്ക് ലഭിച്ച അവസരങ്ങൾ പപ്പായ്ക്കായിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ പപ്പ ഒരുപാട് മുകളിലെത്തിയാണ്. അപ്പോൾ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഒരാൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിന് നമുക്ക് അപ്പൊ ലൈക്ക് പപ്പയുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് അപ്പൊ അത് എനിക്ക് പകർന്നു നൽകാൻ വേണ്ടി പപ്പ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ തന്നെ അമ്മയുടെ കയ്യിൽ കൊന്തയിരിപ്പുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പ്രാർത്ഥനയുടെ സൈക്കിൾ നമുക്ക് നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ലൈക്ക് ഇത്രയും വലിയൊരു പരീക്ഷയെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയവും പരാജയവും ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അത് അതിന്റെ പാർട്ടാണ്. അതിന് ആ ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് മാത്രം കാണാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഫാമിലി തന്നെയാണ്. നിർമ്മൽ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ അവസരം പപ്പായ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഇതിനേക്കാളും വലിയ ആളാകുമായിരുന്നു. ഞാൻ ഈ ക്യാമ്പസിൽ തന്നെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പപ്പ ഡോക്ടർ ആകാതിരുന്നത് ദൈവാനുഗ്രഹത്താൽ വളർന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇത്രയും കൂടുതൽ ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥാപനം ഇത്രയും അങ്ങ് വളർന്നു കയറല്ലേ എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം വളർന്ന് സ്ട്രക്ചേർഡ് ആയാൽ, ഞാൻ അറിയുന്ന ഔസേപ്പച്ചൻ വീടാന്തോറും നടന്ന് പാവപ്പെട്ട വീടുകളിൽ നിന്ന് അർഹരായ കുട്ടികളെ തെരഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച ഒരാളാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നിർമ്മലിന് കിട്ടിയ ഈ ഒരു സൗഭാഗ്യം പപ്പായും അമ്മായും കൂടിയിട്ട് അവര് ചെയ്ത ഈ നാട്ടിലെ പാവപ്പെട്ട വീടുകൾക്ക് വേണ്ടി ചെയ്ത സേവനത്തിന് ദൈവം തന്നൊരു കൃതജ്ഞതയാണ്, അല്ലെങ്കിൽ ദൈവം തന്നൊരു അനുഗ്രഹമാണ് ഞാൻ കരുതുന്നത്. കാരണം അത് വസ്തുതയാണ്, സത്യമാണത്. കാരണം നിങ്ങൾ അതുമാത്രം വീടാന്തോറും നടന്ന്, അല്ല നിങ്ങൾ ആരും തിരക്കി പോയില്ല. ഇപ്പൊ ഞാനായിരുന്നു ഇതേപോലൊരു സ്ഥാപനം നടത്തുമായിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നത് ഏറ്റവും നല്ല കുട്ടികളെ തിരക്കിയാകുമായിരുന്നു. പക്ഷെ നിങ്ങൾ പോയത് ഏറ്റവും നല്ല കുട്ടികളെ തിരക്കി അല്ല. അത് അങ്ങനെ തിരക്കി പോകാനല്ല, എന്തോ ആകട്ടെ എന്തായാലും വളരെ ദരിദ്രമായ കുടുംബങ്ങളിലേക്ക് കയറി ചെന്നു. അവിടെ പഠിക്കുന്ന അത്ര എക്സലൻസ് ഒന്നും കാണിക്കാത്ത പിള്ളേരെ തന്നെയാണ്, സാധാരണ പിള്ളേരെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന കുട്ടികളെക്കാളും എന്തുകൊണ്ടും മികച്ച കുട്ടികൾ ആ സ്കൂളുകളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ തന്നെ വിളിച്ചുകൊണ്ട് വരികയും ഒരു ഫീസ് പോലും വാങ്ങിക്കാതെ എത്രയോ കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിച്ചത്. അപ്പൊ ദൈവം അതിനൊക്കെ തന്ന ഒരു റിവാർഡായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ എന്ന് കരുതുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം, നമ്മൾ ഈ പള്ളിയെടുക്കുന്ന കടപ്പുറം വരെ ആകെ ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് 7 MBSകാരുണ്ട്. അതെ അത് ഈ സ്ഥാപനത്തിന്റെ ഒരു നേട്ടമാണ്. അപ്പൊ അങ്ങനെ ഈ പ്രദേശത്തിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പല അവസരങ്ങളിലും ഔസേപ്പച്ചൻ കാണിക്കുന്ന ഈ ഒരു മാതൃകയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
കാരണം ഒരൊറ്റ ഒരാൾ വിചാരിച്ചപ്പോൾ ഒരു പ്രദേശത്തിന് മുഴുവൻ ഐശ്വര്യം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. എത്രയോ കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നിർമ്മൽ നിശ്ചയമായും കിട്ടുന്ന അവസരങ്ങൾ അങ്ങേയറ്റം ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പോസ്റ്റിംഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് ആ പ്രദേശത്തുള്ള ഗോ ടു ദ പുവറസ്റ്റ്, അങ്ങേയറ്റത്തെ അർഹിക്കുന്ന ആളുകളെ തിരക്കി പോകുകയും അവരെ കണ്ടെത്തുകയും. ഇന്നൊരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് വളരെ വലിയ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു ഔദ്യോഗികമായ മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സ്റ്റൈല് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർ തന്നെ മിസ്റ്റർ സുഹാസ്, അതുപോലെ സബ് കളക്ടർ കൃഷ്ണ തേജ്, അവരൊക്കെയും അവർക്ക് വേണമെങ്കിൽ ആ കസേരയിൽ ഇരുന്നാൽ മാത്രം മതി, ഇറങ്ങാൻ പറ്റാത്ത കണക്ക് ആളുകൾ വന്ന് കണ്ടോളൂ. ഇവര് പക്ഷേ സമയം കണ്ടെത്തി വീടാന്തോറും നടക്കാനും ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കാണിക്കുന്ന ഒരു വ്യഗ്രത ഇപ്പോഴത്തെ യുവ കളക്ടർമാർ എല്ലാവരും അങ്ങനെയാണ്. പ്രവർത്തന ശൈലിയാണ്, സാമൂഹ്യ ബന്ധമാണ്. ഈ വേറൊരു ഗുണമുള്ളത്, ജില്ലാ കളക്ടർമാർ ഇതേപോലുള്ള ഒരു അടിസ്ഥാന വർഗത്തോട് ആഭിമുഖ്യം കാണിച്ചാൽ ഒരു അധികാരിക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. അവിടെയാണ് ഒരുപാട് ജനകീയരായി മാറിയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു വലിയ മേഖലയിലേക്കാണ് ഫേസ്ബുക്കും വാട്സാപ്പും അതിന് ഒത്തിരി കാരണമായിട്ടുണ്ട്. ഒത്തിരി അംഗീകാരങ്ങൾ അത് ചെയ്യുന്നതിന് അംഗീകാരം പൊതുസമൂഹം സാധാരണക്കാരായിട്ടുള്ള യുവജനങ്ങൾ കൊടുത്ത് ബ്രോ എന്നൊക്കെ വിളിച്ച് അവർക്ക് വലിയ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ശരിയാണ്. മിസ്റ്റർ നിർമ്മൽ, ഒരു കാര്യം കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയണം. നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട് നിർമ്മൽ ഇതിനകം പഠന മേഖലയിൽ വളരെ വലിയ ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് ഇപ്പൊ നിർമ്മൽ പഠിച്ചത് MBBS-ഉം ഡോക്ടറൊക്കെയാണ്. ആ നിലയിൽ ഒരു മേഖലയിൽ പഠിച്ചു വന്നു. പക്ഷെ സിവിൽ സർവീസിലേക്ക് കടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയാണ് ഇനി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പഠിച്ചൊരുങ്ങി എന്ന് പറയുമ്പോൾ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു മേഖലയെ കുറിച്ച്, എങ്ങനെയാണ് പഠിച്ചു വളർന്നത്, പഠിച്ചപ്പോഴുണ്ടായ പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു, ഏത് തരത്തിൽ, പ്രത്യേകിച്ചും ഈ സിവിൽ സർവീസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തത്. സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഒരു 4 വർഷത്തിന് മുൻപാണ്. അപ്പോൾ അതിനുശേഷം പല അക്കാഡമികളിലായിട്ട് പഠിച്ചു. ഇപ്പൊ ഈ പഠനത്തിന്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊരു ടഫർ എക്സാം ആണ്. നമ്മൾ ജയിക്കും. അവസാനം വരെ ഇന്റർവ്യൂ വരെ പോയിട്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് മറ്റൊരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ വീണ്ടും പ്രിലിംസിൽ നിന്ന് തുടങ്ങും. പ്രിലിംസിൽ നിന്ന് തുടങ്ങി നമ്മൾ ഏറ്റവും അടുത്ത് വരെ ചെന്നതിന് ശേഷം വീണ്ടും ഒന്നിനും തുടങ്ങും. അപ്പൊ ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആർഡ്യൂസ് സൈക്കിളാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രഷറും നിരാശയും ഒക്കെ സ്വാഭാവികമായും കടന്നു വന്നേക്കാം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ ഏറ്റവും അധികം സഹായിച്ചത് പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നപ്പോൾ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതിനാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊരു വിശ്വാസമായിട്ട് എന്നും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ കൺസേൺഡ് അല്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. ആ പരീക്ഷയെ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്റ്റോട് കൂടി കാണണം. നമ്മളാണ് അതിനേക്കാളും വലുതെന്ന് കരുതാൻ പോയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശ തോന്നും. ഇന്ത്യയിൽ 750 പേര് മാത്രം ജയിക്കുന്ന ഒരു പരീക്ഷ നേരെ ചെന്നങ്ങ് ജയിച്ചേക്കാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്ക് ഒരിക്കലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെതായ സമയമെടുക്കും, സ്വാഭാവികം. പിന്നെ ഏറ്റവും വലിയ സഹായമായി വന്നത് വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, ഇത് ഇങ്ങനെയാണെന്ന് അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്കൊരിക്കലും അവരുടെ ഭാഗത്തുനിന്നൊരു പ്രഷർ ഉണ്ടായിട്ടില്ല, ടെൻഷൻ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ. പിന്നെ പഠനത്തിന് MBBS-ന്റെ പഠനം അല്ലെങ്കിൽ ഇവിടെ എൻട്രൻസ് കോച്ചിങ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ട്. MBBS പഠിച്ചപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയ എമൗണ്ട് ഓഫ് സ്റ്റഫൊക്കെ ചെറിയ സമയം കൊണ്ട് പഠിക്കാനും ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനും പരീക്ഷയിൽ ജയവും തോൽവിയും ഒക്കെ ശീലിക്കാനും എത്ര വലിയ പരീക്ഷയെ നേരിടാനും ഒക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടൊരു പരിശീലനമുണ്ട്. അത് ഭയങ്കര വലിയ പോയി എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഡോക്ടേഴ്സ് IAS എടുക്കുന്നതിന്റെ പിന്നിലെ ഒരു പ്രധാന കാര്യം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. വലിയ ഇപ്പൊ ആർട്സ് സബ്ജക്ട് പഠിച്ചിട്ട് സാധാരണ വലിയൊരു ആവറേജ് പാസ്സൊക്കെ ആയിട്ട് വരുന്ന ഒരാള് പഠിക്കുമ്പോൾ തന്നെ പക്ഷെ നിർമ്മൽ, എന്നാലും
എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിർമ്മല 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. 4ാമത്തെ ഇതിലാണ് കടന്നുകൂടിയത്. ഈ 3 പ്രാവശ്യവും നമുക്ക് വിജയം കിട്ടാതെ വന്നപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? ഞാൻ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് പരീക്ഷയെ സമീപിക്കുന്ന ഒരാളാണ്. അതില് ആദ്യത്തെ തവണ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-100 ദിവസം 3 മാസത്തെ പഠനമാണ്. അപ്പൊ അതിൽ നമുക്ക് IAS കിട്ടുവാണെങ്കിൽ അതൊരു ചരിത്ര സംഭവം. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 2ാമത്തെ അറ്റംപ്റ്റില് ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എക്സാമിന് മുമ്പ് തന്നെ അറിയാം. അപ്പൊ കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. എവിടം വരെ എത്തുമെന്നും വ്യക്തമായ ഒരു ഇതുണ്ടായിരുന്നു. ഇന്റർവ്യൂ വരെ പോയി. പക്ഷെ ഇന്റർവ്യൂ വരെ എത്തുമെന്നുള്ളത് തന്നെ എന്റെ കാൽക്കുലേഷന്റെ അപ്പുറമായിരുന്നു. ഇന്റർവ്യൂവിന് പോയാലും അത് റിസൾട്ട് ആവില്ല എന്നൊരു ധാരണ എനിക്ക് മുൻകൂറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത്തെ പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് ഇതിന്റെ പരീക്ഷയിൽ ഒരു വിഷമം തോന്നിയത്. അന്നൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് പ്രിലിംസ് നഷ്ടപ്പെടുന്ന 0.6 മാർക്കിനാണ്. 0.6 അന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ വർഷം എനിക്ക് IAS കിട്ടുമായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിൽ നിന്നും ഇപ്പോഴേക്ക് വരുമ്പോൾ എനിക്ക് അറിവിൽ വലിയ മാറ്റം ഉണ്ടായില്ല. പക്ഷെ അന്ന് 0.6 മാർക്കിന് എനിക്ക് ഒരുപാട് വലിയ വില നൽകേണ്ടി വന്നു. 1.5-2 വർഷം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അന്ന് ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വർഷം പിന്നെ ഇത്രയും നാൾ വന്നപ്പോഴത്തേക്കും പ്രിപ്പറേഷൻ കുറച്ചുകൂടെ വെൽ ഓറിയന്റഡ് സെറ്റ് ആയിരുന്നു. അപ്പൊ അത് കാരണം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വർഷം ലഭിക്കുക എന്നുള്ളൊരു. എങ്ങനെയാണ് പഠിച്ചിരുന്നത്? നിരന്തരമായിട്ടിരുന്ന് വായിക്കായിരുന്നോ അതോ റിലാക്സ് ചെയ്ത് ഏത് രീതിയിലാണ് പഠിച്ചിരുന്നത്? ഞാനൊരു എന്താ പറയാ, ഈ സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലൈക്ക് ഹോൾസം നേച്ചർ ഉണ്ട്. ഒരുപാട് മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാം. ഭയങ്കര സ്ട്രെസ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഹോൾസം ആയിട്ട് ഒരു അറിവുണ്ടാക്കി വെക്കുക, അതിന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഡെവലപ്പ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇത്രയും നാള് ദൂര ഓട്ടം പോലെയാണല്ലോ. അപ്പൊ ആദ്യം തൊട്ട് നമുക്ക് സ്പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ടെമ്പോ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനം ഒരു 100 മീറ്റർ സ്പീഡിൽ ഓടിയാൽ മതി. അതിനു മുമ്പ് കീപ്പ് റണ്ണിങ് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം കീപ്പ് റണ്ണിങ് എന്നുള്ളത്. ഇടക്ക് വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. പലരും ചെയ്തു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്, അവരിടക്ക് വെച്ച് കുറച്ചു നേരം എവിടെയെങ്കിലും മാറിയിരിക്കും, അല്ലെ നിർത്തിവെക്കും. അതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം. ലൈക്ക് പഠിക്കുന്നില്ലെങ്കിൽ പോലും മാനസികമായി ഞാൻ എപ്പോഴും എക്സാം മോഡിലായിരിക്കും. അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മെന്റലി ഞാൻ ഒരിക്കലും ഡൗൺ ആവാറില്ല. പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ബോധ്യം മനസ്സിൽ കീപ്പ് ചെയ്യുന്നു. ഇത് എഴുതുന്നില്ലെന്നോ അല്ലെങ്കിൽ 2 രീതിയിൽ ചിന്തിക്കുന്ന ഒരു രീതിയില്ല. പരീക്ഷ എന്തായാലും എഴുതും. ചിലപ്പോൾ ഇന്ന് പഠിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാഴ്ച പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയോടുള്ള അല്ലെങ്കിൽ നിരാശ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് കീപ്പ് റണ്ണിങ് ആയിട്ടുള്ളൊരു മോഡായിട്ട് ഞാൻ കണക്കാക്കാം. പിന്നെ ഒരു എക്സാം എടുക്കാൻ നേരത്ത് നമുക്ക് അതിന്റെ സ്പീഡ് കൂട്ടാനും, ഇപ്പൊ എൻട്രൻസിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ 15-16 മണിക്കൂർ പഠിക്കുമ്പോൾ തളർച്ചയില്ലാതെ 1-2 മാസം പഠിക്കാനൊക്കെ പറ്റും. മെഡിസിൻ്റെ അകത്തൊക്കെ നമ്മൾ ആ ഒരു ശീലം വരുന്നുണ്ട്. അപ്പോൾ അത് 2 മാസത്തോളമൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നല്ല ലെങ്ത്തിൽ പഠിക്കാം. എന്നാൽ അതിനു മുമ്പ് കുറച്ച് അവേഴ്സ് വെച്ച് എല്ലാ ദിവസവും പഠിച്ച് വന്നിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് എക്സാം അടുക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ പഠിച്ചു പോകും. ഈ പറഞ്ഞത് നിശ്ചയമായും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞില്ലേ, കീപ് റണ്ണിങ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും പലരും കളം മാറി ചവിട്ടാറുണ്ട്, എന്നിട്ട് ആരെയൊക്കെയോ പഴിചാരും. അതിലൊരു കാര്യമില്ല. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ ആ മേഖലയിൽ തന്നെ നിലനിൽക്കുകയും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്താൽ നിശ്ചയമായും ലക്ഷ്യം കിട്ടും. അതാണ് നമ്മുടെ ഒരു വലിയൊരു, അത് ഈ കുട്ടികൾക്കും വലിയ ഇനിയുള്ള തലമുറയ്ക്ക് തന്നെയും അത് വലിയൊരു മാതൃകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഇത് പഠിച്ചൊരുങ്ങുന്ന സമയത്ത് നമുക്ക് എന്ത് കാര്യം കിട്ടിയാലും ആ കാര്യത്തിന്റെ ഒരു അന്തർധാരയുണ്ട്. ഈ അതിലേക്ക് കടക്കാനുള്ള പരിശീലനം എവിടെന്നെങ്കിലും കിട്ടിയിരുന്നു? അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞിലെ തൊട്ടേ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിന്റെയൊക്കെ ആയിരിക്കും. സംസാരത്തില് ഓരോ പപ്പയ്ക്കൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ സംസാരിക്കുമ്പോൾ ഒരു വിഷയത്തിന്റെ പെരിഫറി സംസാരിച്ച് പോവാതെ അതിന്റെ സൊല്യൂഷനിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു നേച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം അത് സിവിൽ സർവീസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മനസ്സിലാക്കി നമ്മൾ പത്രത്തിൽ വായിക്കുന്നതായിരിക്കില്ല 90% വാർത്തയുടെ സത്യം. അപ്പൊ അത് വായിക്കുമ്പോൾ ഉടനെ അത് വിശ്വസിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ഓൺലൈനിന്റെ ഒക്കെ കാലഘട്ടമാണ്, ട്രോളുകള്, വ്യാജ വാർത്തകളുടെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അത് വളരെ ക്രിട്ടിക്കലായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ സത്യം മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇത് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വേൾഡാണ്. അപ്പൊ ആ കാലഘട്ടത്തില്
ഓരോ വാർത്തയും വരുമ്പോൾ നമ്മൾ അതിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് നമ്മുടേതായ അഭിപ്രായവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തോടെ അതിനെ വിലയിരുത്തിയതിനു ശേഷം മാത്രം നമ്മളുടേതായ ഇൻപുട്ട് കൊടുക്കുക. അതായത് കുറച്ചെങ്കിലും ന്യൂട്രൽ ആവാൻ നമുക്ക് ചില സമയത്തെങ്കിലും സാധിച്ചില്ലെങ്കിൽ സിവിൽ സർവീസിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് മനസ്സിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക. നമ്മുടെ അഭിപ്രായവും രാഷ്ട്രീയവും ഒരു സൈഡിലും സത്യവും ന്യൂട്രാലിറ്റിയും മറ്റൊരു സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വളരെ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. അത് നിശ്ചയമായിട്ടും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ദൈവം നൽകുന്ന ഒരു അവസരമാണിത്. ഈ അവസരം നമുക്ക് ആർബിട്രറി ആയിട്ട് ചെലവഴിക്കാനുള്ളതല്ല. അതിന് പകരം എപ്പോഴും ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. ഒരു നിമിഷം ഒരു ഇത്തിരി നേരം ഈശ്വരനും സമൂഹത്തിനും വേണ്ടി കൊടുക്കുക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ശരി വന്നു ചേരും. ആ ശരിയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനെപ്പോഴും ഇനി പ്രായോഗികമായി തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എന്ത് കിട്ടിയാലും ഹറിബറിയായിട്ട് ഉടനെ തന്നെ ആക്ഷനിലേക്ക് കടക്കുന്നതിനേക്കാളും ചില കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തേ പറ്റും. പക്ഷെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും നമ്മൾ ഒരിത്തിരി സമയമെടുത്തും ആലോചിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ശരി തന്നെ നിൽക്കാനായിട്ട് സാധിക്കും. സിവിൽ സർവീസിന്റെ ആ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്തും നമ്മൾ ഒരു കോൺട്രവേഴ്സിയിൽ ചെന്നുപെടാവുന്ന ഒരു മേഖലയാണ്. കാരണം യു ആർ എ പബ്ലിക് ഫിഗർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാനിങ്ങനെ കുറെ ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ടാകും. അപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഞാൻ അയാൾക്ക് ഫേവറബിൾ ആയിട്ടല്ല എടുത്തത്. പക്ഷെ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അയാൾക്ക് ഫേവറബിൾ ആണെന്ന്. പക്ഷെ 99 പേർക്ക് ഫീൽ ചെയ്തു ഞാൻ അയാൾക്ക് ഫേവറബിൾ ആയിട്ടാണ് എടുത്തതെന്ന്. ഞാൻ അങ്ങനെ ആർക്കും ഫേവറബിൾ ആയിട്ടല്ല എടുത്തത്, വളരെ ജസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആർക്കും ഫേവറബിൾ ആയിട്ടല്ല എടുത്തെങ്കിൽ പോലും കുറെ പേര് നമുക്ക് ശത്രുക്കളുണ്ടാവും. ഒരു പബ്ലിക് സ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തില് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്രയും ഈ നിയമം പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ നിയമം എക്സിക്യൂട്ട് ചെയ്യണം, ബട്ട് യു ഷുഡ് ഓൾസോ റിമെമ്പർ ദാറ്റ് യു ഷുഡ് ടെൽ ദ പീപ്പിൾ ദാറ്റ് യു ആർ എക്സിക്യൂട്ടിംഗ് ലോ. അത് ആളുകൾ മനസ്സിലാക്കണം. ഞാൻ നിയമമാണ് ചെയ്യുന്നത്, നിയമമാണ് നടപ്പാക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ പോരാ. അപ്പോൾ ജനങ്ങൾക്കും മനസ്സിലാകണം ഹി ഈസ് പ്രാക്ടീസിങ് ജസ്റ്റിസ്. ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും കിട്ടണം. അപ്പൊ അത് ഈ ഓൾ ഓൺ എ സഡൻ എടുത്തുചാടി ചെയ്താൽ പറ്റില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു പ്രാർത്ഥന, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതും അതെല്ലാവരോടുമായിരിക്കില്ല, കൂടെയുള്ളവരോടോ ആരോടെങ്കിലും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്നതും അതിനൊരു പോയിന്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതും എപ്പോഴും നല്ല കാര്യമായിരിക്കും. അങ്ങനെ ഒരു കാര്യം പബ്ലിക്കില് ആവശ്യമാണ്. ഇന്നത്തെ ലോകത്ത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു വാക്കിന് ഇന്ന് ഒരുപാട് വിലയുണ്ട്, അർത്ഥമുണ്ട്, എല്ലാവരും അത് മാനിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഇത്തിരി രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ കൂടി ചോദിക്കാണ്. നമ്മുടേത് ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. നിങ്ങൾ പ്രത്യേകിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെന്ന നിലയിൽ എന്ത് തോന്നുന്നു? നമ്മുടെ ജനാധിപത്യം നിങ്ങൾക്കൊരു ഈസ് ഇറ്റ് അണ്ടർ ത്രെറ്റ്? ഇന്ത്യയുടെ ജനാധിപത്യം നമ്മൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വലിപ്പം ഭയങ്കര വളരെ വൈവിധ്യമാർന്ന രാജ്യമാണ്. ആളുകൾക്ക് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ജനാധിപത്യത്തെ അണ്ടർ ത്രെറ്റിലേക്ക് കൊണ്ടുവരാനേ പറ്റും. റിയലി ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുക അസാധ്യമാണ്. അത് ആ ജനാധിപത്യത്തിന്റെ നേച്ചർ, അത് സെൽഫ് റിവൈവിങ് നേച്ചർ ഉള്ളതാണ്. അത് മറ്റൊരു രാജ്യം പോലെയല്ല. ഇപ്പൊ ജനാധിപത്യമുള്ള മറ്റു പല രാജ്യങ്ങളും ഉണ്ടാവും, പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും ഒരു പഴമ എന്ന് പറയുന്നത് ഇത്രയും ഇതിന്റെയൊക്കെ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് പലരും അതിനെ മറികടക്കാനോ അട്ടിമറിക്കാനോ ഒക്കെ ശ്രമിച്ചെന്ന് വരാം, പക്ഷെ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ രാജ്യത്തിന്റെ വലിപ്പം അത്രയും വലുതാണ്, അതിന്റെ ആത്മാവ് അത്രയും ശക്തമാണ്. നമ്മൾ സാധാരണക്കാരെ കുറിച്ച് വിചാരിക്കും അവര് മാധ്യമ ഭീമന്മാരുടെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെയോ ഒക്കെ എന്താ പറയുക, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അങ്ങ് വോട്ട് ചെയ്യുമെന്ന്. എന്നാൽ ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട്
തികച്ചും ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്നും കരുത്ത് ബാക്കിയുണ്ട്. അത് ചോർത്തിക്കളയാൻ പല രീതിയിൽ വർഗീയമായിട്ടോ അല്ലെങ്കിൽ കറപ്ഷൻ വഴിയായിട്ടോ ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നാൽ ചേർത്ത് പിടിക്കാനും തൂത്തെറിയാനും ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്നും കരുത്ത് ബാക്കിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ജനാധിപത്യം സ്വയം അതിജീവിക്കുക തന്നെ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം, നിർമ്മൽ പറയുന്ന എല്ലാ ഉത്തരങ്ങളും വളരെ നിലവാരമുള്ള ബോധപൂർവം ആലോചിച്ചുറച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ വലിയൊരു ആത്മീയ ശക്തിയുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതിനെ, ആ ആത്മീയ ശക്തിയെ തകർക്കാനൊന്നും ആർക്കും കഴിയില്ല. മാത്രമല്ല, നമുക്ക് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് മാറ്റി എഴുതാം, പക്ഷേ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ നിലനിന്നേ പറ്റി. അതിനെ ആർക്കും മാറ്റി എഴുതാൻ പറ്റില്ല. അത് ആര് വിചാരിച്ചാലും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള നൈയാമികമായ ഒരടിത്തറ ഉള്ള ഭരണഘടനയും ജനാധിപത്യവുമാണിത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് ശരിക്കും അത് കരുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നിലനിൽക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ജനാധിപത്യത്തെ അതിൻ്റെ പരിപൂർണമായ എക്സർസൈസിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടി വരും. സംശയം ന്യായമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ചകളെ പോലും അടിച്ചമർത്താൻ പറ്റുന്ന നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ മറ്റൊരു വശം ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനം മറുപടി കൊടുക്കുന്നുമുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ആളുകളെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആർക്കും, ഒരു രാഷ്ട്രീയ കക്ഷിക്കോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ തെറ്റായ പ്രത്യയശാസ്ത്രത്തിനോ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ശരിയായ ഒരു കാര്യമായിട്ട് അത് അങ്ങനെ നടക്കില്ല. കാര്യം ഒരു അറ്റത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോക്കുണ്ടാവും, മറ്റേ അറ്റത്തേക്കുണ്ടാവും. നമുക്ക് വേണ്ടത് നടുക്ക് നിൽക്കുകയാണ്. സെൻട്രൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. തീവ്ര ഇടത് വലത് സ്ഥലങ്ങളിലേക്ക് പോവാതെ ന്യായവും നീതിയും നോക്കി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അപ്പോൾ അതില് ഗാന്ധിയോ നെഹ്റുവോ അംബേദ്കറോ ഒക്കെ അതിന്റെ അകത്തേക്ക് ഉൾച്ചേർത്തിരിക്കുന്ന ആത്മാവിന്റെ ശക്തി, കരുത്ത് എന്നുള്ളത് അതിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ മറ്റ് പലരുടെയും ലക്ഷ്യമായി വരുന്നത്. ആ അട്ടിമറിയെ അതിജീവിച്ച് നിലനിൽക്കാനുള്ള കരുത്ത് പാകപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ആഴത്തിലാണ്. ഒരുപക്ഷെ തികച്ചും നിരക്ഷരരായ ഇന്ത്യയിലെ ശതകോടികൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും അവർക്ക് ചിലത് രാഷ്ട്രത്തെക്കുറിച്ച് അറിയാം. രാഷ്ട്രത്തെക്കുറിച്ച് ഒരു എന്താ പറയാ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. എപ്പോൾ ആരെ പുറത്താക്കണം, ഒരു പാർട്ടിയെ എടുത്ത് ഒന്നുമല്ലാതെ എടുത്ത് കളയാനും അതേപോലെ തിരിച്ചെടുത്ത് വാരിപ്പുണരാനും ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്നും സാധിക്കും. മറ്റൊരു രാജ്യത്തെ പോലെ എവിടെയെങ്കിലും ഒരിടത്ത് പോയി സ്ഥിരമായി അടിഞ്ഞുകൂടി ഒരു പ്രത്യയശാസ്ത്രത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ജനതയല്ല നമുക്കിവിടെ ഉള്ളത്. അത് ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എടുക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് നിശ്ചയമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, അത് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇവിടെ ശബരിമല വളരെ വലിയൊരു വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നു, ജാതി വലിയൊരു വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നു, ദേശീയത ഒരു വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നു. ആ സമയത്ത് എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയും കടപ്പുറത്ത് കാണാനില്ല. ഒരാളും ആവേശത്തിലല്ല. കുട്ടനാട്ടിൽ കാണാനില്ല, ആർക്കും ഒരു ആവേശവുമില്ല. കുട്ടനാടൻ ജനത ശരിക്കും ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇപ്പോൾ തീവ്രമായ ചൂട് അനുഭവിച്ച് പൊള്ളി വെന്ത് കഴിയുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെയും ഒരു മത്സ്യത്തൊഴിലാളി തീപ്പൊള്ളലേറ്റ പോലെ തന്നെയാണ് സൂര്യതപം ഏറ്റ് വീണത്. അപ്പോൾ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ നേതാക്കൾക്കോ മത്സരിക്കുന്നവർക്കോ രാഷ്ട്രീയക്കാർക്കോ വിഷയമേ അല്ലാതായി മാറുന്നത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇത് ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം ഇലക്ഷൻ വരാൻ നേരത്ത് മാത്രമാണ് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും ഒരേപോലെ ചർച്ച ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക്
സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇലക്ഷൻ അനുബന്ധമായി മാത്രമാണ് നമ്മൾ കുട്ടനാടിനെ കുറിച്ചും മത്സ്യത്തൊഴിലാളികളെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ആലപ്പുഴയുടെ കേസിൽ ഒരു കുട്ടനാട് പാക്കേജ് എന്ന് പറയുന്ന സാധനം MS സ്വാമിനാഥന്റെ കമ്മിറ്റി അവരുടെ റിസർച്ച് ഫൗണ്ടേഷൻ അടക്കം റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തു. ഒരുപാട് വർഷങ്ങളായി നീണ്ടുപോകുന്ന അല്ലാണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ 30-40 വർഷം എന്നെക്കാളും പ്രായമുണ്ട് ആലപ്പുഴ ബൈപ്പാസ് എന്ന പ്രോജക്റ്റിന്. അത് ഇപ്പോഴാണ് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്റെ സമഗ്രതയിൽ അതിനെ അപഗ്രഥിച്ച് മറുപടി പറയാൻ പറ്റുന്ന ഒരു സമൂഹം ഇവിടെ ഉയർന്നു വരണം. രാഷ്ട്രീയപരമായ ചേരിതിരിവുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ച് ഇതാണ് നമ്മുടെ നാടിന് വേണ്ടത്, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള സാമൂഹിക ബോധ്യത്തോടെ ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടായെങ്കിൽ മാത്രമേ അതിന് ആക്ച്വലി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ആർക്കൊക്കെയാണോ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവരൊന്നിച്ചു ചേർന്ന് സത്യസന്ധമായ വാർത്തകളും വിശേഷങ്ങളും വിചാരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. വളരെ പോളറൈസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് എല്ലാവർക്കും കിട്ടുന്നത്. നമുക്ക് തന്നെ അറിയാം ഓരോ വാർത്താ ചാനലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, എന്നിട്ട് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. അത് വലിയൊരു വൈരുദ്ധ്യമാണ്. അപ്പോൾ വ്യക്തമായ ബോധ്യത്തോടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് എന്താണ്, ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ ജില്ലയ്ക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം വോട്ട് ചെയ്യാനെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഇന്ന ചിഹ്നം കണ്ടാൽ വോട്ട് ചെയ്യും, ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പാവപ്പെട്ടവന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവരെ വിജയിപ്പിക്കുവാനും ജാതി രാഷ്ട്രീയങ്ങൾക്ക് സമവാക്യങ്ങൾക്കും അപ്പുറത്തേക്ക് അത് പറയുന്നവരെ മാറ്റി നിർത്താൻ പറ്റുന്ന രീതിയിൽ അതിന് ഏറ്റവും എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിന്റെ ഒരു കൺസ്ട്രക്ഷനൊക്കെ മാറ്റം വരണം. വിദ്യാഭ്യാസം എന്നത് എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ കാര്യമില്ല. അപ്പോൾ ഒരു നമുക്ക് തന്നെ ഇപ്പൊ ആലപ്പുഴയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് പള്ളിക്കൂടങ്ങൾ ഈ തീരദേശത്തുണ്ട്. അവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം. തീർച്ചയായും അതിനൊരു പൊളിച്ചെഴുത്തുണ്ടാവണം. അവിടെ കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ചിന്താപരമായ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവണം. എങ്കിലും മാത്രമേ അവര് ഈ സോഷ്യൽ ഇഷ്യൂസിനെതിരെ പ്രസക്തമായി പ്രതികരിക്കത്തുള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ മാത്രം നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇലക്ഷനിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ വോട്ട് ചെയ്ത് പോകുമായിരിക്കും, പക്ഷെ നമുക്ക് കൺസിസ്റ്റന്റ് ആയ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ നമുക്ക് അറിയായിരിക്കും ഇവിടെ എന്ത് നടന്നു. ഇലക്ഷൻ വരുമ്പോൾ മാത്രം വികസനത്തെക്കുറിച്ചോ അഴിമതിയെക്കുറിച്ചോ വർഗീയതയെക്കുറിച്ചോ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അത് തുടർച്ചയായ ഒരു പ്രോസസ്സായിട്ട് വന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഇലക്ഷൻ എന്നത് എത്രത്തോളം പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്, എന്താണ് ചർച്ച ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ സംഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇലക്ഷനിൽ എന്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. തിരിച്ച് ഉള്ള ജനമാണ് തീരുമാനിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്തായിരിക്കണം. അങ്ങനെ തീരുമാനിക്കുന്ന മാനിഫെസ്റ്റോകൾ മാത്രമേ രാജ്യത്ത് അംഗീകരിക്കപ്പെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജനം തീരുമാനിക്കണം ഞങ്ങളുടെ വിഷയം ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, എൻ്റെ പഞ്ചായത്തിലെ പ്രശ്നം ഇതാണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എൻ്റെ ജില്ലയിലെ പ്രശ്നം ഇതാണെന്ന് ജനത്തിന്റെ ഭാഗത്ത്. അതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച സ്വരാജ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാടിൽ വരുന്നില്ലെങ്കിൽ നമ്മളെന്നും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾക്കനുസരിച്ച് വോട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. നിർമ്മൽ പറയുന്ന എല്ലാ ഉത്തരങ്ങളും വളരെ വളരെ നല്ല ഉത്തരങ്ങളാണ്. ആലോചിച്ച് ഒരുപക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വരുമെന്ന് അറിയിച്ചിരുന്നില്ല, ഇങ്ങനെ ഇന്റർവ്യൂവിന് ഒരുങ്ങി നിൽക്കാനും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് കാണാൻ വരുന്നുവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒരുങ്ങി പറഞ്ഞ ഉത്തരങ്ങളൊന്നുമല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഈ ഉത്തരങ്ങളെല്ലാം പറഞ്ഞത്. എല്ലാം തന്നെ നിലവാരം പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും യു ഡിസേർവ് IAS, അതിന് ഞങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മകനെ വളർത്തിയെടുത്ത അമ്മയ്ക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ വയറ്റിലായിരുന്നു പോകുന്നതില് അന്ന് തന്നെ വയറെ കൈവച്ച് അച്ഛന് വേണ്ടി സംരക്ഷണം പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പപ്പായാണ് എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. ശക്തമായ പ്രാർത്ഥനയിൽ നിന്ന് മാത്രം ഉടലെടുത്ത ജീവിതവും ഇവൻ എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിലും ഇനി എത്തുമെങ്കിലും ഒക്കെ കർത്താവിൻ്റെ കരം അവനെ താങ്ങിയത് കൊണ്ടും മാതാവ് അവനെ താങ്ങിയത് കൊണ്ടും മാത്രം എനിക്ക് പ്രാർത്ഥനയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശക്തമായ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഇവനെ വളർത്തിയപ്പോഴൊക്കെ ഇവൻ വളരെ പഠിത്തത്തിലും എല്ലാത്തിലും വളരെ മിടുക്കനായിരുന്നു. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഉപരിയായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ദൈവവിശ്വാസമുണ്ട്. അതാണ് അവനെ എപ്പോഴും ഒരിക്കലും അവന് ദിവ്യബലി ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. ഇന്ത്യൻ ഗാന്ധി കുർബാന സ്വീകരിച്ച കാലം തൊട്ട് അത് എവിടെ പോയാലും അവനത്
ഒരിക്കലും അവനത് അതില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ പ്രാർത്ഥനയും അത് മാത്രമായിരുന്നു. എവിടെ പോയാലും ദിവ്യബലി മുടങ്ങുന്ന ഒരു സ്ഥലത്ത് എൻ്റെ മക്കൾ ആരും മറ്റേ മോളും ഉണ്ടല്ലോ, എത്ര തന്നു ഉണ്ടായിരുന്നു. മോളാണെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എല്ലാ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇപ്പോൾ കർണാടകയിലാണ് MBBS കിട്ടിയത്. ഞാൻ പറഞ്ഞിരുന്നു, കർത്താവോട് പ്രത്യേകം പറഞ്ഞിരുന്നു, പള്ളിയുള്ള സ്ഥലത്തായിരിക്കണം, കുർബാന ദിവസവും കൂടാൻ പറ്റുന്ന സ്ഥലം. അപ്പൊ പ്രാർത്ഥനയിൽ വളർത്തി എന്നുള്ളതാണ് പ്രാർത്ഥന. യേശുവിനെ കൊടുത്തു എന്നുള്ളതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. മിസ്റ്റർ ഔസേപ്പച്ചൻ, നിർമ്മലിന്റെ പിതാവെന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനം തോന്നുന്നു. അത് മാത്രമല്ല, വ്യക്തിപരമായി തന്നെ എനിക്ക് ഒരുപാട് ആദരവും ബഹുമാനവും ഉണ്ട്. ഞാൻ കരുതുന്ന ഒരു കാര്യം, ആലപ്പുഴ ദേശത്തിന് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ഒക്കെ ഔസേപ്പച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു സേവനമാണ്. ശരിക്കും ഒരു വലിയൊരു കൾച്ചറൽ ചേഞ്ച് ഇവിടെ വരുത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തതെന്നും അതുവഴി എന്തുമാത്രം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ സ്വന്തം മകനെ തന്നെ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഒരു പ്രകാശ ഗോപുരമാക്കി ദൈവത്തിനും സമൂഹത്തിനും സമർപ്പിക്കാൻ കഴിഞ്ഞ ഈ നേരത്ത് മനസ്സ് തുറന്ന് എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ഇത് മെഡിക്കൽ എൻട്രൻസിൻ്റെ രംഗത്തേക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ആവേശമായിരുന്നു. അതെ, പഠിക്കാൻ കൊള്ളാവുന്ന കുട്ടികളെ, ഒരല്പമെങ്കിലും പഠിക്കാൻ കൊള്ളാവുന്ന കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ സന്ദർശിച്ച് അവരുടെ കൂടി ഇരിക്കും. ചിലപ്പോൾ രാത്രി 2 മണി 3 മണി വരെ ചില വീട്ടിലിരുന്നത്. അന്നത്തെ ഒരു കാര്യം ഓർക്കുന്ന, അന്ന് റിസൾട്ട് വരുന്ന ഇതുപോലെ നെറ്റിലല്ല, പത്രത്തിലാണ്. ദിവസം രാവിലെ പത്രത്തിൽ റിസൾട്ട് അടിച്ച് വരുമെന്ന് ചെയ്തിട്ട് ഒരു കൊച്ചിനെ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പത്രം കിട്ടണം. അതിനുവേണ്ടി രാത്രി സൈക്കിൾ എടുത്ത് ബസ് സ്റ്റാൻഡിൽ പോയിരിക്കണം 10 പത്രം വരുന്നത് നോക്കാനായിട്ട്. എന്നിട്ട് ആ പത്രം എടുത്ത് റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ സൈക്കിളിൽ വെച്ച് കൊച്ചിന് വീട്ടിൽ ചെന്ന് വിളിച്ചു നോക്കി വന്ന് കിടന്ന് ഉറങ്ങിയത്. ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തുടർന്ന് വന്നതിന് ശേഷം അപ്പോൾ ഈ IAS എടുക്കണമെന്നുള്ളത് ഇവന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊരു നിമിഷം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ പിന്നെ ഈ IASന്റെ കാര്യം ഒരു ഒരിക്കലും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കോളേജിലെ പ്രിൻസിപ്പൾ, സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ഒരു ദിവസം ഇവനൊരു സാറ്റർഡേ കോളേജ് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞു. ഇവന് മാത്രം ഇട്ടിട്ട് ഞാൻ IAS എടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവന് ഒരു 1-2 മണിക്കൂർ അവിടെ ഇരുത്തി ശേഷം ഇവിടെ വന്നു. അതേ ദിവസം തന്നെ നമ്മുടെ ബോബി അച്ഛൻ ഇവിടെ സന്ദർശിച്ചു. ബോബി അച്ഛൻ സന്ദർശിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്നാണ്, ബോബിച്ചിന്റെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര മാത്തമാറ്റിക്സാണ്. എല്ലാവരും മാത്സിന്റെ അച്ഛന് മാത്സ് അറിയത്തില്ല. ഒരു ദിവസം ഇവിടെ ഏതോ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നീ ഇവനെ മാത്സ് പഠിപ്പിക്കരുത്, ഇവനെ നമുക്ക് IAS ആക്കാം. അതേ ദിവസം തന്നെ നമ്മുടെ ഫാദർ അലക്സ്, ആ ആഴ്ചയിൽ തന്നെ, അലക്സത്തിന് എന്റെ സ്റ്റുഡന്റ് ആണ്. ആ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പലയിടത്തുനിന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പലര് പറഞ്ഞു. അപ്പൊ നമ്മളുടെ മനസ്സിലാക്കി നന്നായിട്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ മെഡിക്കൽ എൻട്രൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ IAS കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. മെഡിസിൻ ആണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാനൊന്ന് പിടിച്ചാൽ ഒരു 80-90% അകത്തെത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനെന്ത് +2ന്റെ കൂടെ തന്നെ ആളിന് ട്രെയിനിങ് കൊടുത്തു. സ്കൂളിൽ അങ്ങനെ അധികം വിടാതെ ഇവിടെ വീട്ടിലിരിക്കാനാണ്. അപ്പോൾ +2ന്റെ കൂടെ തന്നെ മെഡിസിൻ കിട്ടി. ചേരാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എല്ലാം കിട്ടി. അകത്ത് കയറാൻ പറഞ്ഞാൽ ആള് പറയില്ല, എനിക്ക് ആർട്സ് പഠിച്ചാൽ മതി. മെഡിസിൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് ആർട്സ് പഠിച്ചാൽ മതി. പിന്നെ സെയിൻറ്റ് സേവിയേഴ്സിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ ആപ്ലിക്കേഷനൊക്കെ മേടിച്ച് വെച്ചിരിക്കും. BA ഹിസ്റ്ററി പഠിച്ചിട്ട് എനിക്ക് ആ വഴി പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ അത് കിട്ടിയാലേ കിട്ടുമെന്ന് പറയാൻ പറ്റും. കൈ കിട്ടിയ സാധനമാണ്. അതുകൊണ്ടൊരു അപ്പനെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരു ചില നിർബന്ധമൊക്കെ ഉണ്ട്. അവസാനം അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട്, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ്, അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ ഒരു ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കുറിയിട്ട് ആദ്യം എടുത്ത് മെഡിസിൻ ചെയ്തു. അപ്പോൾ എന്തൊരു സംശയം ചുമ്മാതെ കിട്ടുകയാണ്. രണ്ടാമത് ഫീസും കൊണ്ട് അഡ്മിഷൻ കിട്ടി എടുക്കാൻ വേണ്ടി പോയി നിൽക്കുന്ന ആളാണ്. 3ാമത്തെ തവണ കുറി എടുത്തിട്ടാണ് പുഷ്പഗിരിയിൽ
ചേർന്ന് പഠിച്ച് പാസ്സായി ഇറങ്ങി. അപ്പൊ പാസ്സായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, നീ എന്ന് സിവിൽ സർവീസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതുവരെ ചെയ്തോളാം. അതിനിടയ്ക്ക് ഇവന് നേരത്തെ കഴിഞ്ഞ 2 വർഷം സിവിൽ സർവീസ് കിട്ടാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അതിനൊരു തടസ്സമായിട്ട് വന്നത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഈ സിവിൽ സർവീസ് ഇപ്പോഴും നമുക്ക് കിട്ടിയെന്ന് പറയാനായിട്ട് വരും. അതെ, നീ മെഡിസിൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ചോദിച്ച് കഴിഞ്ഞാൽ അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്ക് PG മെഡിക്കൽ സബ്ജക്റ്റ് കോണ്ടാക്ട് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി നീ അത് ചെയ്യാൻ. ഈ മെഡിസിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ വൈഡാണ്. നോക്കുന്ന അധ്യാപകരാണ് എല്ലാവരും ജീനിയസുകളാണ്. എല്ലാവരും 10 അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഇവരൊക്കെ മിക്കമിടുക്കന്മാരും PhD എടുത്ത ആൾക്കാരാണ്. ഇവര് എല്ലാ വിഷയത്തിലും PhD എടുത്ത ഒരു 10-32 സബ്ജക്റ്റുകൾ ഒരുമിച്ചാണ് പരീക്ഷ വരുന്നത്. ഇവന്മാർ മാർക്ക് കൊടുക്കില്ല, എഴുതിയ മാർക്ക് കൊടുക്കില്ല. എന്നാൽ ഈ അവസാനം അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മെഡിസിനാണ് മാർക്ക് ശരിക്കും പോയത്. മെഡിസിന്റെ മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ കയറുമായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. ആള് ഉടനെ സോഷ്യോളജി വെറും 3 മാസം കൊണ്ട്, മറ്റേ 5 കൊല്ലം പഠിച്ച് 1 കൊല്ലം കുട്ടികൾ പഠിച്ചിട്ട് എത്താത്തത് 3-4 മാസത്തെ ട്രെയിനിങ് കൊണ്ട് അത് പിടിച്ചെടുത്തു. സോഷ്യോളജി വളരെ ചെറിയ സബ്ജക്ട്, അപ്പൊ അത് വളരെ പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഇതിനകത്ത് വന്നത്. ആളുടെ വ്യക്തിപരമായ താല്പര്യവും ശക്തമായിരുന്നു IAS എടുക്കണമെന്നുള്ളത്. അത് തന്നെയല്ല, അപ്പൊ ഞങ്ങള് അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ശക്തമായ സപ്പോർട്ടായിരുന്നു. ഒരു കാരണവശാലും ഇത് വന്നിട്ട് ഇപ്പം നമ്മൾ പല രീതിയിലും ഇവിടെ സ്ട്രഗിള് നേരിടുന്ന സമയത്ത് പോലും ഒരു കാരണവശാലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വാ, ഇവിടെ നിൽക്ക്, എടുക്കാനായിട്ട് പോയിന്റ് എടുത്തിട്ട് വരണം. എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സംശയം ഇല്ലാതെ അറിയാം, പ്രാപ്തിയുണ്ട്. സംസാരിക്കേണ്ടതാണ്. ആദ്യമൊക്കെ ഞാൻ സംസാരിച്ച് അടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നീട് അതേ ബലത്തിൽ ഇങ്ങോട്ട് അടിച്ചടിച്ച് ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെയാണ് IAS-ലെത്തിയത്. വളരെ 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 നല്ല ഒരു കാര്യമാണ്. എനിക്കൊരു ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നിങ്ങളുടെ വീടിന്റെ ഈ അന്തരീക്ഷം ഇത് പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത അല്ല, ഒരിക്കലും അല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇവന്റെ ഈ IAS ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരവസരം കിട്ടും. ഞാനിവിടെ വരുന്ന ഇത് എൻ്റെ വൈഫിൻ്റെ വീടാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ കാണുന്ന കാടും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജിൽ, അതായത് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുനിന്ന് ഒന്നും നമ്മൾ പറിച്ചു കളയില്ല. പാമ്പിനെ പോലും തല്ലിക്കൊള്ളുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഇതിനകത്ത് സന്തോഷത്തോടെ നടക്കും. അപ്പോൾ ഇത് തനിയെ ഉണ്ടായതാണ്, അന്തരീക്ഷം തനിയെ ഉണ്ടായതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനൊരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താനായിട്ട് ഒരുങ്ങിയ ആളാണ്. പഠിക്കുന്ന കുട്ടികളോട് ഒരു ആവേശം ഉണ്ടായിരുന്നു. അവർക്കൊരിക്കലും നമ്മൾ വീടുകളിൽ പോകും, പഠിപ്പിക്കും. അത് കണ്ട് കുറെ ആൾക്കാർ വിശ്വസിച്ച് ഇവിടെ വന്നവർ ഇവിടെ താമസിച്ചവർക്ക് കിട്ടാൻ തുടങ്ങി. അവസാനം നമ്മുടെ ഐസക് എബ്രഹാം ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സമ്മർദ്ദം കൊണ്ടാണ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ രൂപാന്തരപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് നമ്മുടെ കാടും ചുറ്റുപാടുമോ ഒന്നും നമ്മുടെ ഡിസിഷൻ അല്ലായിരുന്നു. IAS-ന്റെ കാര്യത്തിൽ പോലും വാസ്തവത്തിൽ ഉള്ളിൽ നിന്ന് സംഭരം. പിന്നെ ഇവനക്ക് കിട്ടുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ കമ്മ്യൂണിറ്റിയോട് വളരെ സ്നേഹമുള്ള ആളാണ്. ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം എനിക്ക് കമ്മ്യൂണിറ്റിയോട്. അപ്പൊ എൻ്റെ ഒരു ഉള്ളിൻ്റെ ഉള്ള സന്തോഷം ഇവൻ ഒരാൾ ഇടിച്ച് ഫ്രണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ കുറുകെ കുറെ എണ്ണം കയറി. ഒറ്റയ്ക്ക് ഇവനോട് ഇത് വലിയൊരു ആവേശമാണ്. ഒറ്റയ്ക്ക് ഇവനവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഒരാൾ പോയിട്ട് എന്തെങ്കിലും ഒരു പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ ഏഷ്യല്ല. എന്നാൽ ഇവന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു 10 IAS-കാർ ചുറ്റുവരുന്നുണ്ടെങ്കിൽ ഇവര് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരാഴ്ച ഇവിടെ താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ താമസിക്കാനായിട്ട് വന്നിട്ട് അവർ മുസ്ലിംസാണ്. അപ്പോൾ താമസിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുട്ടി വളരെ ബ്രില്യൻ്റ് ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും ഡോക്ടറേറ്റ്. അപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, ഈ IAS എഴുതി കൂടെ കുതിരയുടെ ശക്തിയാണ്. അപ്പോൾ IAS എഴുതി കൂടെ ചോദിച്ചു. എഴുതാൻ പറഞ്ഞു. ഒറ്റ റൈറ്റിംഗ് IAS എടുത്ത് ഇപ്പോൾ അടുത്ത എറണാകുളം കളക്ടറായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അദീല IAS എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആവേശമായി. കാരണം
നേരത്തെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിലേക്ക്, അത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ ചിലപ്പോൾ ഉള്ളിൽ താല്പര്യം ഇരുന്ന് കാണും. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒരു സജഷൻ ഞാനും കൂടി കൊടുത്തു. ബാക്കി പിന്നെ ഞങ്ങൾ നിരന്തര കോൺടാക്റ്റിലായിരുന്നു. എപ്പോഴും ഈ വഴി കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ വരും. ഇന്നലെ കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് രാത്രി ഇവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പോയതാണ്. അപ്പോൾ ദൈവം അങ്ങനെ എനിക്കെന്തോ ഒരു ഭാഗ്യം തന്നിട്ടുണ്ട് ചെറുതൊക്കെ ഒന്ന് തൊടാനായിട്ട്. നമ്മൾ തൊടുമ്പോൾ ദൈവം അതോടൊപ്പം ഒന്ന് അനുഗ്രഹിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും ഇതെല്ലാം ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് നമ്മൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണ്. അങ്ങനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു നാച്ചുറൽ റിസൾട്ടാണ് എന്തുകൊണ്ട് ഏറ്റവും അടുത്ത സമയത്ത് ഒരു സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തുകൂടാ? എന്ത് പറയുന്നു? അങ്ങനെ ഒരു ആഗ്രഹം പപ്പയ്ക്കും ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. സിവിൽ സർവീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ സ്വഭാവമല്ല, കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറുള്ളൊരു പ്രസ്ഥാനമാണ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ മുൻപോട്ട് പോയതിനു ശേഷം തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രൈസ്റ്റ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. അത് സമീപഭാവിയിൽ തന്നെ സംഭവിക്കും. അപ്പോൾ അതിന്റെ ഏറ്റവും നല്ല ലോഞ്ച്, അതായത് പവർഫുൾ ലോഞ്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ചെറിയ രീതിയിൽ തുടങ്ങുക എന്നുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്പം വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കേരളത്തിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് ടീച്ചേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ മാത്രം ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നത് ഈ ഇന്റർവ്യൂവിന് തന്നെ അതൊരു വലിയൊരു മുതൽക്കൂട്ടായി ഞങ്ങൾ കരുതുകയാണ്. എന്തായാലും ഇത്രയും സമയം റേഡിയോ നെയ്തലിനും അതുപോലെ നെയ്തൽ കമ്മ്യൂണിക്കേഷനും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും ഇതിൽ സമയം കണ്ടെത്തിയതിനും ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും എല്ലാം നെയ്തൽ കുടുംബത്തിൻ്റെ നാമത്തിൽ നിർമ്മലിന് അഭിനന്ദനങ്ങളും മാതാപിതാക്കൾക്ക് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചത്.